ഹരേ കൃഷ്ണ. എല്ലാവർക്കും നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണെന്നറിയാലോ. അദ്ദേഹം 420ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ജനിച്ചത്. ആദ്യമൊക്കെ അദ്ദേഹം ഒരു അടമാരമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം നമ്മുടെ അച്യുത പിഷാരടിയുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അച്യുത പിഷാരടിക്ക് ആ സമയത്ത് വാതരോഗം വന്നു. ആ വാതരോഗം വന്നപ്പം അത് ഒഴിഞ്ഞു വാങ്ങി മേൽപ്പത്തൂര് പിന്നെ ഈ രോഗങ്ങൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം അന്നത്തെ കാലത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ഭജനം ചെയ്തു കഴിഞ്ഞാൽ വാതരോഗങ്ങൾക്ക് മുക്തി ഉണ്ടാവും എന്നുള്ള ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും വാതരോഗം മാറുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം മനസ്സാ നല്ലവണ്ണം ഭഗവാനോട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, ആ സമയത്ത് ഭക്തോത്തമനായിരുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനോട് അദ്ദേഹം വിവരം അറിയിച്ചു, ഇങ്ങനെ ഗുരുവായൂർക്ക് പോവുകയാണെന്ന് വിവരം അറിയിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫലിത രൂപത്തിൽ പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന്. അപ്പോൾ മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മത്സ്യാവതാര കഥകളെ ആസ്പദമാക്കി സ്തോത്രങ്ങൾ നിർമ്മിക്കാൻ എഴുത്തച്ഛൻ്റെ നിർദ്ദേശം എന്ന് മേൽപ്പത്തൂര് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, 100 ദിവസം ഭഗവാനെ അവിടെ ഭജനയിരുന്നു, ഗുരുവായൂർ ഭജനയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, 10 ശ്ലോകങ്ങൾ വീതമുള്ള ഓരോ ദശകങ്ങളായിട്ട് 100 ദിവസം കൊണ്ട് അദ്ദേഹം നാരായണീയം രചിച്ച് ഭഗവാന് സമർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗമുക്തി ഉണ്ടാവുകയും ചെയ്തു. അതായത് നാരായണീയം എങ്ങനെ വായിച്ചു കഴിഞ്ഞാലും എപ്പോൾ വായിച്ചു കഴിഞ്ഞാലും എല്ലാവിധ രോഗങ്ങൾക്കും നല്ലതാണ്, മനസ്സിന് സന്തോഷം ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിനും നാരായണീയം വളരെ ഉത്തമമാണ്. ഭാഗവതത്തിൻ്റെ ഒരു ചെറിയൊരു ഇതുപോലെയാണ് നാരായണീയം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആചാര്യന്മാർ വായിക്കുന്ന സമയത്തൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും ആചാര്യന്മാർ പറയുന്നത് കേൾക്കാം, ഈ നാരായണീയത്തിലെ ദശകം 8 ഒരു 13ാമത്തെ ശ്ലോകമുണ്ട്. ആ ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും രോഗമുക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ട്. ആ ശ്ലോകം ഞാനിവിടെ പാരായണം ചെയ്യാം. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസ വിഷ്ണോ. എല്ലാവരും ഈ ശ്ലോകം ചൊല്ലിക്കോളൂ. എല്ലാവർക്കും നല്ലതേ വരൂ. ഹരേ കൃഷ്ണ.